ഈ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല ചോദിച്ചു എന്നാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ. പക്ഷേ ആഭ്യന്തര വകുപ്പിന് അർഹതയുണ്ടോ എന്നതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ വേണ്ടയാളാണ് എന്നാണ് ഞാൻ പറയുക. കാരണം എന്തുകൊണ്ടായിരുന്നു, രമേശ് ഒരു കോൺഗ്രസ് വിരുദ്ധനല്ല, പാർട്ടിക്കകത്തുള്ള പാർട്ടി വിരുദ്ധ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളല്ല രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് അയാളുടെ ഒന്നാമത്തെ ഗുണം. അതായത് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോഴും അയാൾ കലാപത്തിന് പോയിട്ടില്ല. എല്ലാം അടക്കിപ്പിടിക്കുകയാണ് ആ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ചെയ്ത്. കോൺഗ്രസിന്റെ സ്ഥിരം രീതിയാണെങ്കിൽ എത്രത്തോളം അലമ്പാക്കാമായിരുന്നോ കഴിഞ്ഞ 5 വർഷം അതിനെ പ്രതിപക്ഷത്തെ കൊണ്ടുപോയിട്ടില്ല രമേശ് ചെന്നിത്തല. ഒപ്പം പ്രവർത്തക സമിതിയിൽ അതിനുശേഷം സ്ഥിര അംഗത്വം ലഭിക്കും എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ. ആ ഘട്ടത്തിൽ അത് ലഭിക്കാതെ വന്നപ്പോഴും അയാൾ പരിഭവം പ്രകടിപ്പിക്കുക മാത്രമാണ്. അപ്പോഴും പൊട്ടിത്തെറിച്ചില്ല. പാർട്ടി ചില വിഷമങ്ങൾ തനിക്കുണ്ടായി എന്ന് മാത്രം പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ അതേപോലെ പാർട്ടിക്ക് വഴങ്ങി. ഇത്തവണ സീനിയോറിറ്റി പരിഗണന കിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് ആത്മാർത്ഥമായി രമേശ് ചെന്നിത്തല വിശ്വസിച്ചിരുന്നു. അത് കിട്ടാത്തപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടില്ല രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ പോലും എന്ന് ഓർക്കണം. പുറമേക്ക് സതീശനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. തൻ്റെ പാർട്ടിക്കെതിരെയോ പാർട്ടിയുടെ ഹൈക്കമാൻഡ് എടുക്കുകയോ ചെയ്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തെരുവിലേക്ക് പോയിട്ടില്ല രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു നല്ല വകുപ്പ് കിട്ടിയാൽ രമേശ് ചെന്നിത്തല വഴങ്ങും. ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വഴങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പ് തന്നെ ആകണമെന്ന നിർബന്ധ ബുദ്ധി പോലും രമേശ് ചെന്നിത്തല അവസാന ഘട്ടത്തിൽ കാണിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന് ചില ആവശ്യങ്ങൾ കൂടി ഉണ്ടാവും. വളരെ കുറഞ്ഞ MLA-മാരാണ് തനിക്കൊപ്പം ഉള്ളത്. അതിൽ നിന്ന് തന്നെ ചിലർക്ക് നല്ല പരിഗണന ഈ മന്ത്രിസഭയിൽ കിട്ടണമെന്ന ആഗ്രഹവും ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചേക്കും. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ചില ഗുണങ്ങളുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ പോയാൽ നമുക്കറിയാം, ഒരു ജൂനിയർ അംഗം എന്തെങ്കിലും തനിക്കെതിരെ പറഞ്ഞാൽ പോലും പല നേതാക്കളും ജൂനിയർ അംഗമല്ലേ അവഗണിച്ച് വിട്ടേക്കാം എന്നൊക്കെ കരുതും. പക്ഷേ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല. അതിനുപോലും മറുപടി പറയും. അത് ഗുണകരമാണോ ഒരു മുതിർന്ന നേതാവിനെ സംബന്ധിച്ച് അല്ലയോ എന്നതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ അംഗത്തിൻ്റെ ഇന്ന മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട അംഗം എന്നൊക്കെ വിളിച്ചിട്ട് മറുപടി പറയുന്ന വഴക്കം കാട്ടും. മറ്റൊന്ന്, ഈ പല ഘട്ടങ്ങളിലും വേണമെങ്കിൽ പാർട്ടി വിട്ടുപോകാവുന്ന മാനസികാവസ്ഥയിൽ രമേശ് ചെന്നിത്തല എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പോയിട്ടില്ല. കരുണാകരൻ പാർട്ടി വിട്ടുപോയപ്പോഴും ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന് കോൺഗ്രസിനെ നയിച്ച ആളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പണിയെടുത്ത് ഭരണത്തിലും എത്തിച്ചിട്ടുണ്ട്. അതിനാൽ കോൺഗ്രസിന് ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ അങ്ങനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടൊന്നും പോകാൻ കഴിയില്ല. ഇപ്പോഴും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ തെരുവിലിറങ്ങിയാൽ, ഏത് ജംഗ്ഷനിൽ ഇറങ്ങിയാലും ഒരു 5 പേരെങ്കിലും കൂടെയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. പക്ഷേ പുതിയ കാലത്ത് ആഭ്യന്തര വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണമോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ നേരത്തെ നിഷാദും അജിംസും പറഞ്ഞതുപോലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരാനുള്ള സാധ്യത ഏറെയുമാണ്. പക്ഷേ അപ്പോഴും രമേശ് ചെന്നിത്തലയെ പോലെ പരിചയസമ്പന്നനായ ഒരാൾ VD സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നതാണ് കോൺഗ്രസിനും നല്ലത് അടുത്ത 5 വർഷത്തേക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യെസ്.